ഓക്കെ ഞാനൊരുണ്ട് എടുക്കണ്ടോ ഓക്കെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും വൻ ഒരു തട്ടിപ്പ് നമ്മുടെ മുന്നിൽ നടന്നിരിക്കുകയാണ് കേട്ടോ. അതായത് ലക്കി ഡ്രോ. എന്താണ് സംഭവം എന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. നമ്മുടെ പ്ലോട്ടുകൾ, നമ്മുടെ വീട്, പ്ലോട്ട്, അതുപോലെ തന്നെ വണ്ടികൾ, നമുക്ക് വിൽക്കാതൊക്കെ കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ ഈ ഒരു ഇൻസിഡൻ്റ് അല്ല, അല്ലാതെ മൊത്തത്തിൽ പറയുവാണേ, വിൽക്കുന്ന സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ലക്കി ഡ്രോ ചെയ്യാൻ പറ്റും. അതായത് കുറച്ച് കൂപ്പൺ അടിച്ചിറക്കി. ഇപ്പോൾ നമുക്ക് ഒരു 50 ലക്ഷം രൂപയുടെ ഒരു വീടാണെങ്കിൽ ഒരു കൂപ്പൺ 1000 രൂപ വെച്ചിട്ട്, അങ്ങനെ നമ്മൾ എത്രയാണോ ആ വീടിന് ഉദ്ദേശിക്കുന്ന മൂല്യം, അത്രയും മൂല്യത്തിൻ്റെ ഒരു കൂപ്പൺ അടിച്ചിറക്കുന്നു. 1000 രൂപയോ 500 രൂപയോ 2000 രൂപയോ അത് നമ്മുടെ ഇഷ്ടത്തിന് അടിച്ചിറക്കുന്നുണ്ട്. ഈ അടിച്ചിറക്കിയ കൂപ്പണുകൾ വിതരണം ചെയ്യും. അപ്പം എടുക്കുന്ന ആൾക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപ കൊടുക്കുമ്പോൾ 50 ലക്ഷം രൂപയുടെ ഒരു വീട് കിട്ടും, അല്ലെങ്കിൽ 10 ലക്ഷം രൂപയുടെ ഒരു കാറ് കിട്ടും, അല്ലെങ്കിൽ എത്ര 2 ലക്ഷം രൂപയുടെ വണ്ടി, സ്കൂട്ടർ, ബുള്ളറ്റ്, അങ്ങനെ ഓരോങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. അല്ലെങ്കിൽ ഗോൾഡ് കോയിൻസ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആളുകൾ നോക്കുമ്പോൾ ഞാൻ 1000 രൂപ ചിലവാക്കി എനിക്ക് ഇത്രയും രൂപ കിട്ടുമല്ലോ എന്ന് വിചാരിക്കും, അല്ലേ? അപ്പോൾ ഈ 50 ലക്ഷം രൂപയുടെ ഒരു വീടിന് ആ ആൾ ചിലപ്പോൾ ഒരു കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂപ്പൺ അടിക്കും, അല്ലേ? അത്രയും കൂപ്പണായിരിക്കും ലക്കി ഡ്രോയിൽ ഇട്ടേക്കുക. അതിനകത്തും ഇപ്പം നമ്മൾ ഇന്ന് വരെ അതിനകത്തുള്ള കള്ളത്തരങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ഇതാണ് ഇപ്പം നമ്മുടെ മുന്നിൽ ഒരു ലൈവായിട്ടൊരു കള്ളത്തരം പിടിക്കപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ഈ ലക്കി ഡ്രോ എടുത്തതാണ്. അത് എടുത്തതും കിട്ടിയതും വാങ്ങിയതും എല്ലാം അവരുടെ തന്നെ ബന്ധുക്കൾക്കും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ബന്ധുക്കളും റിലേറ്റീവ് ഒന്നാണ്, സോറി, ഇനി അത് കമൻറ്റ് വരല്ലേ കേട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ അങ്ങ് ഒരു ഫ്ലോയിൽ പോയതാണ്. നമുക്ക് ആ ഞാർക്കെടുക്കുന്നതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ഞാനൊരുണ്ട് എടുക്കണ്ടോ ഓക്കെ നിങ്ങൾ കണ്ടല്ലോ ആ വീഡിയോക്കകത്ത്. ആ ലക്കി ഡ്രോ എടുക്കുന്ന വ്യക്തിയാണ് കുഞ്ഞൻ പാണ്ടിക്കാട് എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെയാണ് കേട്ടോ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, ഈ ഒരു ലക്കി ഡ്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതൊക്കെ, എല്ലാവർക്കും കൂപ്പണൊക്കെ മോട്ടിവേഷൻസ് കൊടുത്തതും അതിന് വേണ്ടുന്ന പബ്ലിസിറ്റിയൊക്കെ കൊടുത്തതൊക്കെ ഇദ്ദേഹം തന്നെയാണ്. അപ്പം ഇതിനു മുമ്പ്, അതായത് ഇതിപ്പം ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും ലക്കി ഡ്രോയുടെ തുടക്കമൊക്കെ ഉള്ള ചെറിയൊരു വീഡിയോ ഉണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഡേറ്റിന്റെ അവിടേക്ക് കാത്തിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ മുന്നേ പെരുന്നാളാവുമ്പോൾ തന്നെ നമ്മൾ ഈ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ പെരുന്നാളിന് നമ്മൾ ഇവിടെ വന്നാണ്ട്, നാട്ടിൽ വെച്ച് പെരുന്നാൾ വേണ്ട, ഇവിടെ വന്നാണ്ട് നമ്മൾ നറുക്കെടുക്കും. എന്താ പറയല്ലേ, പറഞ്ഞോളൂ. ഈ 3 ടിക്കറ്റിൽ അടിച്ചാൽ ഇത് നാസർ തന്നെ. അതല്ലാതെ இந்த 3 ടിക്കറ്റിൽ എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ കഴിഞ്ഞത് ടിക്കറ്റ് ഞാൻ എടുപ്പിക്കും, ഗ്രൂപ്പിൽ ഞാൻ എടുപ്പിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരെ എല്ലാവരും മനക്കെട്ടിട്ട് നല്ല സന്തോഷത്തോടെ ഇതെടുത്തിട്ട് നാസർ ചാനൽ രക്ഷപ്പെടുത്തണം. നല്ല നാസർ ചാനൽ ബേജാറ് നമുക്കുണ്ട്. മനസ്സ് വിങ്ങിങ്ങാണ്ടാണ് ഒരു അയൽവാസിയായ ഒരു സുഹൃത്തായ ഒരാൾ പറയുന്നത് കേട്ടോ. അതാണ് നമ്മൾ കാണേണ്ടത്. കടങ്ങി കഴിഞ്ഞാൽ എന്തിനാണ് നമുക്ക് വീടിൻ്റെ ആവശ്യമില്ല. കാരണം അത്രയും കടത്തിലാണ്, നാട്ടുകാരെ മുഖത്തേക്ക് നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ അറിയോ, ഈ വീട്, അതേപോലെ ഒരു വണ്ടി, ജിംനി വണ്ടി, ബൈക്ക്, ഒരു ബുള്ളറ്റ് ഉണ്ട്, അതേപോലെ ഒരു ആക്റ്റീവ് ഉണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങളും, ഇതൊക്കെ വെറും 1000 ഉറുപ്പ്യക്കാണ് നിങ്ങൾക്ക് തരാൻ പോണത്. ആർക്കാണോ അടിച്ചത്, പുണ്യമാക്കപ്പെട്ട ഈ റമദാൻ മാസത്തിൽ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ 1000 ഉറുപ്പ്യ. ഇനി 2 ആളാണെങ്കിൽ 500 ഇത് എടുത്തു കഴിഞ്ഞാൽ, ഇനി 4 ആളാണെങ്കിൽ 250 വെച്ച് എടുത്തു കഴിഞ്ഞാലും നമ്മളൊരു ടിക്കറ്റ് കൂപ്പൺ എടുക്കുകയാണെങ്കിൽ ആ കൂപ്പണിനെ പിന്നെ നിങ്ങളെ ഫോൺ നമ്പർ, കാര്യങ്ങൾ, ഇത് നറുക്കെടുക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ ഈ വീട് അല്ലെങ്കിൽ ഇവിടുത്തെ വാഹനം, കാര്യങ്ങൾ എല്ലാം ഇതാക്കും. അതായത് നാസർക്കൈ വീട് വെക്കാനുള്ള കാരണം, മൂപ്പര് ദുബായിൽ ഒരു 5-6 മാസം മുമ്പ് ബിസിനസ്സിന് പോയി. അപ്പോൾ മൂപ്പറാടുന്ന് കുറച്ചാൾ കൂടി പറ്റിച്ച്.
വലിയൊരു അമ്മട്ട പറ്റിച്ചേ. അപ്പം മൂപ്പർ ഈ വീട് വെക്കാണ്ട കാരണം ഒരാളുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു വിഷമത്തിലുള്ള സമയത്ത് എങ്ങനെയുള്ള വീട് വെക്കാനുള്ള ഒരു മനസ്സ് വരുള്ളൂ. ഇപ്പൊ നമ്മളെ ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ, ഭാര്യ, ഒരു വണ്ടി, ഒരു വീട്, അതാണ് ഏറ്റവും ആവശ്യമുള്ളത്. അതിലുള്ള ഒരു വീട് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ഥിതി ഏടം വരെ എത്തിയിട്ടുണ്ടാവും. പക്ഷേ അങ്ങ് എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ സ്വന്തം വീടും സ്വന്തം വാഹനങ്ങളും. കണ്ടല്ലോ അത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ദൈവത്തിൻ്റെ, അതായത് ഞാൻ ഭഗവാൻ ഉദ്ദേശിച്ച അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പേരിലും റമദാൻ മാസത്തിൻ്റെ പേരിലുമൊക്കെയാണ് ഈ ഒരു ലിക്വിഡ് ഡ്രോയ്ക്ക് പബ്ലിസിറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റമദാൻ മാസം എന്നൊക്കെ പറയുമ്പോൾ തന്നെ പുണ്യമാസമാണ്, നൊയമ്പ് മാസമാണ്. ആ ടൈമിലൊക്കെ ഇങ്ങനെ ദൈവങ്ങളെ പറ്റിക്കുമോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ അത്ഭുതകരം തന്നെയാണ് കേട്ടോ. ആ ലക്കി ഡ്രോ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ എടുക്കുന്ന സമയത്ത് അതെങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇതിൽ കുഞ്ഞൻ പാണ്ടിക്കാട് എന്ന് പറയുന്ന വ്യക്തി ഇത് ഒളിച്ച് വെച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് തന്നെയാണ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിവാദം ഉണ്ടായ സമയത്ത് അദ്ദേഹം കുറച്ച് വെളിപ്പെടുത്തലോട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിന് മുന്നേ ആയിട്ട് ഈ ഫസ്റ്റ് കിട്ടിയ വ്യക്തി ഷാഫി വയനാട് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് കിട്ടിയത്. മാനന്തവാടിയിലാണ് വീഡിയോയിൽ പറയുന്നത്. പക്ഷേ അത് വേറൊരു സ്ഥലം, അതായത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 10 കിലോമീറ്ററുള്ള ചിത്തൽ സ്ഥലത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, ആ സ്ഥലത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വ്യക്തിയെ, നമുക്ക് ഈ കുഞ്ഞൻ പാണ്ടിക്കാട് കാറിൽ വെച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ, അതായത് ഫസ്റ്റ് കിട്ടിയതിൻ്റെ സന്തോഷ പ്രകടനം നടത്തുന്ന ഒരു സംഭവമുണ്ട്. നമുക്ക് ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. വരെ ചെയ്തിട്ടില്ല ഒരാളെ നയ പൈസ ഇന്ന് വരെ തിന്നിട്ടുമില്ല. ഇന്ന് നേരം ഇതുവരെ നിങ്ങൾ എല്ലാവരും പാടം പച്ചർച്ചിന്നു, ഞാൻ പറ്റിച്ചു, ജനങ്ങളെ പറ്റിച്ചു എന്ന് പറയാണ്ട് എന്തേ ഞാൻ പറ്റിച്ചത് നിങ്ങളൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഫെവിക്കൂള് അല്ലെങ്കിൽ പിന്നെ സൂപ്പർ കൂൾ ഒട്ടിച്ചുകാണ്ട് അതിന്റെ അടിയിൽ ഒട്ടിച്ച് വെച്ചിക്കാണ്, അത് തൊയഞ്ഞെടുത്തു. ചങ്ങായിമാരെ കടലാസമോ വല്ല പശയും തേച്ചുകാണ്ട് അതിന്റെ പിന്നെ നിങ്ങളിലേറെ ആ നാട്ടുകാർ കംപ്ലീറ്റ് 1, 2 നില 10, 20, 30 ടിക്കറ്റ് എടുത്ത അത്രയും ജനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. 100 കണക്കിന് ജനങ്ങൾ അവിടെ ഓരോ മുന്നിൽ വെച്ചാണ്ടാണ് ഇതാക്കി. പിന്നെ ശരിക്കും കുഴച്ചിട്ടില്ല. ആദ്യം തന്നെ ഉള്ളുന്ന ഒരു വട്ടം കുഴച്ച് കഴിഞ്ഞ് അതേപോലെ ഇഞ്ച വക രണ്ടാമതാക്കി. പിന്നെ ഇങ്ങനെയായിട്ട് കുമ്പിടുമ്പോ നല്ല ഹൈറ്റ് ഉണ്ട് ആ ഗ്ലാസ്. ഞാൻ ശരിക്കും നോമ്പിച്ച് അതിന്റെ അടി ആ ഗ്ലാസ്മക്ക് വരെ വെച്ച് തട്ടണമെന്നില്ല ആഗ്രഹമുണ്ട്. ആ ഏറ്റവും അടിയിൽ നിന്നാണ് ഞാൻ നറുക്കെടുക്കാൻ നോക്കിയത്. അപ്പൊ ഇങ്ങനെ അടിയിൽ കൂടി തപ്പി 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 ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് കിട്ടുന്ന നിൽക്കാറുണ്ട് ഇറക്കിക്കൊണ്ടിരിക്കണം. ഓരോ തൽക്കാലം വണ്ടിന്റെ ഉള്ളിൽ കണ്ട് ക്ഷണിച്ചിക്കാണ്. എന്താ വേണ്ട വെച്ചാൽ ഞാൻ ഓരോട് ചോദിച്ചു നോക്കട്ടെ. ഹലോ എന്താ നല്ല സന്തോഷത്തിലാണല്ലോ. ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയിരുന്നത്. അല്ല നിങ്ങൾ എത്ര ടിക്കറ്റ് എടുത്തത്? 13 ടിക്കറ്റ്. നിങ്ങൾ മാത്രം എടുത്ത്? ഇല്ല, ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടാണ് എടുത്തുള്ളത്. തന്നെ. അല്ല അപ്പൊ എന്താ നിങ്ങളെ പരിപാടി എന്താ? നമ്മള് ഇന്റർലോക്കിന്റെ സ്റ്റോൺ ഒക്കെ വർക്കാണ്. കല്ലിന്റെ പിന്നെ ഈ നിലത്ത് വീഴ്ച പരിപാടി. ഓക്കെ. അപ്പൊ എന്തായാലും പിന്നെ ഒരു ഭാഗ്യവാനാണ്. ഞാനൊറ്റക്കല്ല, കൂട്ടുകാരും കൂടി ഉണ്ട്. ഒരു എത്ര ആളുണ്ട്? ഞങ്ങൾ 2-3 ആൾക്കാരുണ്ട്. കണ്ടോ, ഇതിൽ പറയുന്നുണ്ട് അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ പ്രൈസ് വാങ്ങാനാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടാണ് വാങ്ങിയത്. 13 കൂപ്പൺ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇന്റർലോക്കിന്റെ പണിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് ഒരു നാട്ടുകാരൻ, അതായത് ഇവരെ കുറിച്ചൊരു നാട്ടുകാരൻ പറയുന്നൊരു വീഡിയോ ഉണ്ട്. അതായത് അത് ഇങ്ങനൊരു സംഭവം, അതായത് ഇവർ നമ്മുടെ സ്വന്തം നാട്ടുകാരാണെന്നും മാനന്തവാടിയിലുള്ളവരല്ലെന്നും ഇവരും ഈ വീട്ടുടമയുമായുള്ള ബന്ധവും വീട്ടുടമയുടെ മക്കളുമായിട്ടുള്ള ബന്ധമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ വ്യക്തിയുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇന്റർലോക്കിന്റെ സ്റ്റോൺ ഒക്കെ വർക്കാണ്. കല്ലിന്റെ പിന്നെ ഈ നിലത്ത് അതൊക്കെ. ഹായ് കുഞ്ഞാനെ, നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പൈസ ഒക്കെ പോക്കറ്റിലാക്കി. ഓക്കെ, നിങ്ങൾ വിചാരിച്ചതിന് ആരും പ്രതികരിക്കൂലെന്ന് പ്രതികരിക്കന്നെ ചെയ്യും. ഈ ഷാഫി അവിടെ അല്ല കുഞ്ഞാനെ, ആരോ പറയുന്നത് മാനന്തവാടിന്ന്. ഈ ഷാഫി അവിടെ അല്ല. ഈ ഷാഫി സുൽത്താൻ ബത്തേരിന്ന് 10 കിലോമീറ്റർ പോലെ ചെതലേന്ന് പറഞ്ഞ ഒരു മഹലുണ്ട്, അവിടെ അല്ലോനാ. ഈ നാസർ എന്ന കല്യാണം കഴിച്ചേ ചെതലത്തുനിന്ന്. നാസറിന്റെ മകനാടല്ലേ ചെതലേത്ത്. ഈ ഷാഫി നാസറിന്റെ മകന്റെ ആരാ? ചെങ്ങായി. ഈ ഷാഫിക്ക് എന്താ പണി? സ്റ്റോണിന്റെ പണിയാ? കട്ട വിരിക്കുന്ന പണിയാ? അല്ല, ഓനെ ഒരു സ്വർണ്ണപ്പുരിയിലെ പണിക്കാരൻ. ഈ സ്റ്റോൺ വിരിക്കുന്ന ആരാ? കട്ടപ്പണിക്കാരനാരാ? നാസറിന്റെ മകന്. കുഞ്ഞാനും ഈ നാസറിന്റെ മകനും എങ്ങനെ ബന്ധം? ഇവര് ഭയങ്കര ബ്ലോഗർമാരാ. ഈ നാസറിന്റെ മകനും ഒരു ബ്ലോഗറാണ്, ഒരു ത്യാഗം ചെയ്തോനെ. അതൊക്കെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് എല്ലാരും. അപ്പൊ എന്താ വെച്ചാല് ജനങ്ങളെ നിങ്ങൾ ഓമ്പിച്ചോളി, മാറി മറ്റേ ഓമ്പിക്കരുത്. കുഞ്ഞാനെ ഇതൊരു സിനിമ നടനായിട്ടൊന്നല്ല എന്ന ആൾക്കാർ അംഗീകരിച്ചേ. ഇത് എനിക്ക് ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബറും ഒക്കെ ആയപ്പോഴും അന്ന ജനങ്ങൾ കൂടെ നിർത്തി. എന്തിന്? ഇങ്ങനത്തെ ചെറ്റത്തരം ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്റെ കുഞ്ഞാനെ, അനക്കും കിട്ടിയ ഒരു പങ്ക് കിട്ടിയില്ല എന്ന് ഒരിക്കൽ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കൂല. അനക്കും കിട്ടീന്. ഇതേ ഞാൻ ജനിച്ച നാട്ടിലുള്ള ആൾക്കാരത്. സുൽത്താൻ ബത്തേരിന്ന് 10 കിലോമീറ്റർ വരെ ചെതലെത്തെത്തും. അവിടെ പോയിട്ട് നിങ്ങളെ വീഡിയോ കാണിച്ചിട്ട് ചോദിച്ചു നോക്കി ഇതാരാണ്.
അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞത് ആരാണ്? എന്റെ ആ മുക്കിത്തൂരിലെ നറുക്കെടുപ്പിൽ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയത് ഇമ്മാതിരി ജനങ്ങളെ ഒമ്പിക്കാന്ന്. ഇതിപ്പോ ഡെയിലി നടക്കുന്നുണ്ടോ, എത്ര പറഞ്ഞാലും ജനങ്ങൾ മനസ്സിലാവില്ല. കേരളത്തിലെ ജനങ്ങളെ ഇവരൊക്കെ വിചാരം എല്ലാരും പൊട്ടന്മാരാണ്. എല്ലാരും പൊട്ടന്മാരൊന്നല്ല, കുറച്ച് ആൾക്കാർ കുറച്ച് മനസാക്ഷി ലോലുണ്ട്, ഓലയിൽ പോയി പെടുകയും ചെയ്യും. അപ്പൊ കുഞ്ഞാനൊക്കെ പറയലത്തിന് മറുപടി പറയണം. ഇമ്മാരി ഉളുപ്പില്ലാത്ത പണിത്തിന് മറുപടി ണ്ടല്ലോ. ഈ വീഡിയോയ്ക്ക് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ഈ ഷാഫി എന്ന് പറഞ്ഞ വ്യക്തി എവിടെയാണെന്നും, ഈ 1ാം സമ്മാനം കിട്ടി, 2ാം സമ്മാനം കിട്ടി, 3ാം സമ്മാനം കിട്ടിയതെല്ലാം ഇവരുടെ ഫ്രണ്ട്സും ബന്ധുക്കളും തന്നെയാണെന്നും, അതുപോലെ തന്നെ ഇയാളുടെ വീട് എവിടെയാണെന്നും, ഇയാളുടെ ജോലി ഇന്റർലോക്കിന്റെ പണിയല്ല, അല്ലാതെ ഇയാളൊരു സ്വർണ്ണപ്പണിക്കാരനാണെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ നമ്മുടെ ഒരു പബ്ലിക്കിന് മുമ്പിൽ, അതായത് ഞാനും ആലോചിച്ചത് ഇങ്ങനെ പറഞ്ഞിട്ട് ഇയാളിപ്പം ഇന്ന സ്ഥലത്തുള്ളതാണ്, ഇന്റർലോക്കിന്റെ പണിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ നാട്ടുകാർക്ക് അറിയാൻ പറ്റില്ലേ ഇയാൾ എവിടെയുള്ളതാണെന്നും? അതൊരു അയാളുടെ ഒരു ഇമേജിന് മോശമല്ലേ അത്? അതായത് ഇത്രയും കൂപ്പൺ എടുത്തതല്ലേ. ഇപ്പം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ളവരും അതുപോലെ തന്നെ പുറത്തുള്ളവരും ഒക്കെ ഒരുപാട് നമ്മുടെ അന്യ സംസ്ഥാനക്കാരും ഒക്കെ ചിലപ്പം ഇതെടുക്കും അല്ലേ, ഒരു വീടിന് വേണ്ടി എന്നുള്ള സ്വപ്നത്തിൽ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ വാക്കൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇതെടുക്കും. അവരെയൊക്കെ പറ്റിക്കുന്ന പരിപാടിയല്ലേ. ഇതിങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത്? ഏതെങ്കിലും ഒരു കുഞ്ഞു കുട്ടിയെ കൊണ്ട് എടുപ്പിക്കാൻ എന്താ ഇവർ ഒരു പരിചയമില്ലാത്ത അല്ല കൂട്ടത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരാളെ കൊണ്ട് എടുപ്പിക്കാതെ മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാൻ പോലെ എടുത്ത സംഭവമാണ്. അപ്പം അതെങ്ങനെയാണ് എടുത്തതെന്ന് നമ്മുടെ ഒരു വ്യക്തി കാണിക്കുന്നുണ്ട്. നമുക്ക് ആ വ്യക്തി എങ്ങനെയാണ് ഇത്രയും കൂപ്പണുകൾക്കിടയിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ മാത്രം കൂപ്പണുകൾ എടുക്കുന്നതെന്ന് ഒരു വ്യക്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. പാണ്ടിക്കാട് കുഞ്ഞാൻ ലൈവ് ഓണാക്കിയത് മുതൽ ഒരിക്കലും ഈ പറയുന്ന നറുക്കിനെ മിക്സ് ചെയ്തായിട്ട് ആരും കാണുന്നില്ല. ഈ നറുക്കെടുക്കാൻ വേണ്ടി ആദ്യ നറുക്കെടുക്കാൻ വേണ്ടി പാണ്ടിക്കാട് കുഞ്ഞാൻ വിളംബരം നടത്തുന്നു. മെല്ലെ ഒന്ന് ഇതിന് നേരെ ഒന്ന് വീഡിയോ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. മെല്ലെ ഒന്ന് ഒന്ന് ഇറക്കി കൊടുക്കുന്നു. എന്നിട്ട് വലത് കൈക്ക് സ്വാധീനമുള്ള കുഞ്ഞാൻ, അതായത് ലെഫ്റ്റ് ഹാൻഡ് അല്ലാതെ ലെഫ്റ്റിൽ എഴുതുകയോ അല്ലെങ്കിൽ ലെഫ്റ്റിൽ ബാക്ക് ചെയ്യുകയോ ചെയ്യാത്ത വലത് കൈക്ക് സ്വാധീനമുള്ള കുഞ്ഞാൻ വലത് കൈയും ഇടത് കൈയും താത്തി വെച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നു. എന്നിട്ട് ഇറക്കി കൊടുത്തതിന് ശേഷം വലത് കൈ നേരെ ഇങ്ങനെ വെക്കുന്നു. ഇടത് കൈയിൽ മാത്രമായിട്ട് ഈ സാധനം ഇവിടെ നിന്ന് ഒരേ പൊസിഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെക്കുന്നു. എടുക്കുന്നു. ഷാഫി ഇവിടെ കാണാം. ഹൈദർ മധൂർ എന്ന് പറയുന്ന നറുക്ക് മാത്രം ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നു. എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിനകത്ത് ഈ നമ്പർ ഈ പറയുന്ന നേരത്തെ തയ്യാറാക്കി വെച്ച സാധനം മാത്രം ഞാൻ എടുക്കുകയാണ്. ഇതിന്റെ ടിപ്സ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു പേപ്പറിന് 3 വശങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് കൊടുക്കുന്നുണ്ട്. ഈ പേപ്പറിന് കാണിക്കുന്നില്ലേ, ഇതിലേക്ക് ഇവിടെ ഒട്ടിച്ചു നോക്കുന്നു. മൂന്ന് വശങ്ങളിലായി ഒട്ടിച്ച ഈ പേപ്പറിന് ഇവിടെ ഒട്ടിച്ചു നോക്കുന്നു. എന്റെ കയ്യിലുള്ള എന്റെ പേര് എഴുതി നറുക്ക് ഇതിന്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നു. സിമ്പിൾ. ഈ വീഡിയോ പുറത്തു വിട്ടപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞൻ പണിക്കാട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ വളരെയധികം രസകരമാണ്. അതായത് എങ്ങനെയാണ് നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെക്കുന്നത്, അങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതെടുക്കാൻ പറ്റും, അതെടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കൃത്യമായിട്ട് കിട്ടും, ഇത്രയും ലക്ഷക്കണക്കിന് കൂപ്പൺ കിടക്കുമ്പോൾ അതിനകത്ത് എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും എന്നൊക്കെ ചോദിക്കുന്നില്ല. എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കി കാണല്ലോ. നിഷ്പ്രയാസം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാൻ പറ്റും. പണ്ട് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം കേട്ടോ. കുറച്ച് നാൾക്ക് മുമ്പ് ഉള്ളൊരു അനുഭവമാണ്. നമ്മൾ വീടുകളിലൊക്കെ ഞറുക്ക് ചിട്ടി എന്ന് പറയും. അതായത് ഇപ്പം അന്നൊക്കെ 10,000 രൂപയുടെ ഞറുക്ക് ചിട്ടിയിടാം. ഞാൻ ട്യൂഷനൊക്കെ പഠിക്കുന്ന സമയത്ത് കല്യാണത്തിനൊക്കെ മുമ്പുള്ള സംഭവമാണ്. അപ്പം ഞറുക്ക് ചീട്ടിയാണ്. അപ്പം ഞറുക്കിടും. അപ്പോൾ രാവിലെ നമ്മൾ ഞറുക്ക് എടുക്കുന്നിടത്ത് പോവും. അപ്പം ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുന്ന സമയത്താണ്, അതെൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പ് ട്യൂട്ടോറിൽ പഠിപ്പിക്കാൻ പോയ സമയത്ത്. അപ്പം ഞറുക്കെടുക്കും. അപ്പം ഞറുക്കെടുക്കുന്ന സമയത്ത് എല്ലാവരും പോവും, രാവിലെ ചെല്ലും. അപ്പോൾ ഈ ഞറുക്കെടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അവരുടെ തന്നെ ബന്ധുക്കൾ എല്ലാ ഞറുക്കുകളും ഉണ്ട്. തുറന്നാൽ കാണിക്കും, വേണമെങ്കിൽ തുറക്കണമെങ്കിൽ തുറന്നാൽ കാണിക്കും. കൃത്യമായിട്ട് അവരെടുക്കുന്ന ഞറുക്കെന്ന് പറയുന്നത് ഒന്നുകിൽ അവരുടെ ഫ്രണ്ട്സിനായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾക്കായിരിക്കും, ഏറ്റവും അടുത്ത ആളുകൾക്കായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം. അതായത് ഇപ്പോൾ ഒരു കല്യാണമാണെയോ, എൻ്റെ അടുത്ത ആളുടെ കല്യാണം എനിക്ക് പൈസ കൊടുക്കാൻ വേണം എന്നൊക്കെ നമ്മളോടൊക്കെ പറഞ്ഞ വ്യക്തികൾക്കായിരിക്കും കൃത്യമായിട്ട് അടിക്കുന്നത്. അപ്പോൾ എന്തോ സംഭവം എന്നുള്ളത് നമുക്ക് അറിയത്തില്ല കേട്ടോ. കൃത്യമായിട്ട് ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും അവസാനമായിരിക്കും അടിക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെയാണ് ഏറ്റവും അവസാനം അടിക്കുന്നത്.
25 ചിട്ടി ഉണ്ടെങ്കിൽ 25ാമത് ചിട്ടിയായിരിക്കും നമുക്ക് 25, 24 ഒക്കെ ആയിരിക്കും നമുക്ക് അടിക്കുന്നത്. നമുക്ക് അതിന് മുമ്പ് അടിക്കത്തേയില്ല. അപ്പം നമ്മളേക്ക് എന്താ ഇങ്ങനൊരു കാര്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു പ്രാവശ്യം ഈ ഞെരുക്കെടുക്കാനായിട്ട് അവർ വീട്ടിലുള്ള കുട്ടിയാണ് എടുക്കുന്നത്. അപ്പം എന്തോ ആ കുട്ടി എന്തോ ഉറങ്ങിപ്പോയി, അതിനെ വിളിച്ചുണർത്തിട്ട് എന്തോ പക്ഷേ ബുദ്ധിമുട്ടുണ്ട് വേറൊരാൾ ഞെരുക്കെടുത്തു. അപ്പം ഞെരുക്കെടുത്തപ്പോൾ ഒരു ഞെരുക്കി തൊട്ടപ്പോൾ ഒരു തണുപ്പ് മനസ്സിലായ, ബാക്കിയൊന്നും ഞെരുക്കൾക്കില്ല, ആ ഒരു ഞെരുക്കി തൊട്ടപ്പോൾ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. അപ്പോൾ ആ ഞെരുക്കെടുത്തപ്പം സൂക്ഷ്മം പോലെ ഇവരുടെ തന്നെ ഒരു ബന്ധുവിനാണ് ഇത് അടിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവം എന്നറിയാമോ, ഈ ഞെരുക്കെടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും തലേ ദിവസം. അപ്പോൾ ഈ ഞെരുക്കിനകത്ത് കൊണ്ടുവരുമ്പോൾ ഒരു തണുപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ പരതുന്ന സമയത്ത് ഈ തണുപ്പുള്ളത് എടുക്കണമെന്ന് ഈ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ തണുപ്പുള്ളത് എടുക്കുമ്പോഴത്തേക്കിന് എന്ത് ചെയ്യും, ആ ഞെർക്ക് അവർക്ക് കിട്ടും. മനസ്സിലായ, അതാണ് ഈ ഒരു ഞെർക്ക് ചിട്ടിയുടെ ഒരു ഗുഡൻസ്. അങ്ങനെ പിടിച്ചു. പിന്നെ നമ്മൾ പൈസ ഒന്നും മുന്നോട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ആ പൈസയൊക്കെ പേയ്മെൻറ്റൊക്കെ വാങ്ങിച്ച് ആ ചിട്ടിയൊക്കെ നിർത്തി. അങ്ങനെയുള്ള ഉടായ്പ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് കണ്ടപ്പോഴാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് അതാണ് കേട്ടോ ഓർമ്മ വന്നത്. എന്തായാലും മറ്റൊരാൾ ഇതേക്കുറിച്ച് തന്നെ, അതായത് ഈ ഷാഫി എന്ന് പറഞ്ഞ ആൾ ഈ നാസർ എന്ന് പറഞ്ഞ അവരുടെ ബന്ധുവും സുഹൃത്തും ഒക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹൈദർ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. പ്രിയപ്പെട്ടവരെ നമസ്കാരം, ഹൈദർ മധൂറാണ്. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്നൊരു 8-9 കിലോമീറ്റർ മാറിയാൽ നമ്മുടെ പ്രിയപ്പെട്ട കഥാപാത്രമായ സാപ്പിയുടെ നാടാണ് ചെതലയം. ചെതലയത്ത് ഒരു പ്രത്യേകത കൂടിയുണ്ട്, എന്താ അറിയോ? പ്രിയപ്പെട്ട കഥാപാത്രമായ നാസർക്ക, ഈ നറുക്കെടുപ്പൊക്കെ പിന്നെ ഒരുക്കി കൂട്ടിയ നാസർക്ക കല്യാണം കഴിച്ചത് ചെതലയത്ത് നിന്നാണ്. നാസർക്കയുടെ മകൻ ജനിച്ചതും വളർന്നതും ഒക്കെ ചെതലയത്താണ്. ഇപ്പൊ നിലവിലും ചെതലയത്ത് തന്നെയാണ്. നാസർക്കയുടെ മകനും ഈ സാപ്പിയും ഉറ്റ സുഹൃത്തുക്കളാണ്, ബച്ചുപ്പനിക്ക് ദോസ്താണ്. ഇപ്പോഴും അവർ ഒന്നിച്ച് തന്നെ നടക്കുന്ന ആളുകളാണ്. ബന്ധം മനസ്സിലായില്ലേ? എവിടെ നിന്നാണ് ഈ സാധനം വന്നതെന്ന് മനസ്സിലായില്ലേ? പിന്നെ തീർന്നിട്ടില്ല. 13 അതൊന്ന് കേട്ടോക്കെ. നിങ്ങൾ എത്ര ടിക്കറ്റ് എടുത്തത്? 13 ടിക്കറ്റ്. 13 ടിക്കറ്റ് നിങ്ങൾ മാത്രം എടുത്ത്? ഇല്ല, ഞങ്ങൾ എന്റെ കണ്ണുകളിൽ തന്നെ വല്ലാത്ത വൈബ്രേഷൻ ഇങ്ങനെ ആ വീഡിയോയിൽ അന്ന് വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ അന്ന് തന്നെ ഞാനത് എടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ച സാധനമാണ്. നിരവധി തവണ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കള്ളത്തരം ചെയ്യുമ്പോൾ ഒരുപാട് തവണ ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്റെ പൊന്നുമോനെ സാപ്പി. നീ പറഞ്ഞില്ലേ 13 ടിക്കറ്റുകൾ എടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ? ഇതൊക്കെ കൃത്യമായിട്ട് കള്ളമാണെന്ന് മനസ്സിലായി. ഈ 13 ടിക്കറ്റ് എടുത്തത് നീ എന്തായാലും അവിടെ പോയിട്ട് എടുത്തല്ല, കാരണം നീ അവിടെ ആദ്യമായിട്ടാണ് പോയത് എന്ന് നീ ഇന്നലെ പറയുന്നുണ്ട്. അതുകൊണ്ട് നീ ഓൺലൈൻ വഴിയാണ് എടുത്തത്. ഓൺലൈൻ വഴി എടുത്തപ്പോൾ വാട്സപ്പ് വഴി എടുത്തപ്പോൾ വാട്സപ്പിൽ എടുത്തതിന്റെ നിനക്ക് അയച്ചു തന്നതിന്റെ രേഖകളൊക്കെ കാണണം. പോട്ടെ, അത് ഉണ്ടാവില്ല, കാരണം നീയും ക്ലിയർ ചാറ്റ് അടിച്ചു, അയാളും ക്ലിയർ ചാറ്റ് അടിച്ചു. അങ്ങനെയാണല്ലോ, അങ്ങനെ വരുമല്ലോ. പക്ഷെ വേറൊരു സംഭവമുണ്ട്, എന്താ അറിയോ? നീ ഈ 13 ടിക്കറ്റിന് വേണ്ടി ഗൂഗിൾ പേ അടിച്ചു കാണുമല്ലോ അല്ലേ? ഗൂഗിൾ പേ അടിക്കാതെ എന്തായാലും തരില്ലല്ലോ, അമ്മായിന്റെ മോനൊന്നുമല്ലല്ലോ, ആദ്യമായിട്ട് അറിയുന്ന അയാളെ സഹായിക്കാൻ വേണ്ടി കുഞ്ഞാളല്ലേ. അപ്പൊ ഗൂഗിൾ പേയിൽ ഈ ഗൂഗിൾ പേ എന്ന് പറയുന്ന സാധനത്തിന് ഈ ബാങ്ക് ഹിസ്റ്ററി ഉണ്ടാവൂലേ? ആ 13 ടിക്കറ്റിന്റെ ബാങ്ക് ഹിസ്റ്ററി ഒന്നും നിനക്ക് കാണിക്കാൻ പറ്റുമോ? ചെതലയത്ത് നിന്ന് കല്യാണം കഴിച്ച നാസർക്കയുടെ മകന്റെ ഉറ്റ സുഹൃത്ത് സാപ്പി, നിനക്കെന്താ ജോലി? സ്റ്റോണോ? ഈ ചെതലയത്ത് വന്നിട്ട് നിനക്ക് പറയാൻ പറ്റുമോ നിനക്ക് സ്റ്റോണിന്റെ ജോലിയാണെന്ന്? ശുദ്ധ തട്ടിപ്പാണ് മോനെ നീ. നിനക്ക് സ്വർണ്ണക്കടയിലാണ് ജോലി. നീ സ്വർണ്ണക്കടയിലാണ് ജോലി ചെയ്തത്. മക്കളെ, പാണ്ടിക്കാട് കുഞ്ഞാൻ വന്ന് പറഞ്ഞില്ലേ ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? ഇതിൽ കൂടുതൽ ഈ വീഡിയോ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ സുൽത്താൻ ബത്തേരിയിൽ നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതുമല്ല. ഞാൻ എന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വന്നപ്പോ ഞാൻ ഇതൊന്ന് അന്വേഷിച്ചു നോക്കിയെന്നേ ഉള്ളൂ. പിന്നെ തൊപ്പിയൊക്കെ വെച്ചിട്ട് നാസർക്ക രോഗത്തിന്റെ കടത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നില്ലേ? കണ്ടല്ലോ നിങ്ങൾ, പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്നത് പോലെ നമ്മൾ എത്ര കള്ളത്തരം കാണി. അത് ലൈവായിട്ടാണ് കേട്ടോ സംഭവം. എന്നിട്ട് എക്സ്പ്ലനേഷൻ പറയുന്നത് എൻ്റെ വീഡിയോ ലൈവിലുണ്ട്, നിങ്ങൾ പോയി ഫേസ്ബുക്കിലുണ്ട്, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല, അവിടെ ഉണ്ട്, നിങ്ങൾ പോയി കണ്ടാൽ മതി. ഞാൻ എന്ത് തെറ്റാ ചെയ്തേക്കുന്നത്, ഞാൻ ഇങ്ങനെ വാരി ഇളക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ആക്കുന്നുണ്ട്, ഞാൻ അത് ഇങ്ങനെ പൊക്കിയെടുക്കുന്നുണ്ട്, ഞാൻ അകത്ത് എടുക്കണം, അത്രയും വലിയ ഒരു കണ്ണാടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടി കൂടെ എടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവമായിട്ട് ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്താ പറഞ്ഞാലും അത് കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. അത് വെച്ചാൽ അത്രയും ടൈം എടുത്ത് അത് ഇളക്കി എടുക്കുന്ന ആ ഒരു രീതി. അപ്പോൾ അദ്ദേഹം അങ്ങനെ തന്നെയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇതിന് മുതലാളിയാണ് അടുത്ത വീഡിയോ ചെയ്യുന്നത്, അദ്ദേഹം അതുപോലെയാണ് ചെയ്തത്. അപ്പോൾ രണ്ടുപേരും ഒരേപോലെ ഒരേ സ്ഥലത്ത് പോയി ഇങ്ങനെ എടുക്കുന്നത് അതെന്താണ് ഒന്നാലോചിക്കുക. എന്തിനാണ് ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നത്? ഇപ്പം ഒരു വാർത്ത കേൾക്കുന്നത് ഇപ്പം ഈ ഗിവ് അവേ, അതായത് ഈ ഇത് കിട്ടിയ ലക്കി ഡ്രോ കിട്ടിയ ആള് ആ വീട് വിൽക്കാൻ വെച്ചിരിക്കുവാണെന്ന്. അപ്പം വീണ്ടും അവർക്ക് ലാഭമാണ്. ഇത് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്, ഉറപ്പാണ് ഇത് ഉടായ്പ തന്നെയാണ്. പക്ഷേ ഇത് ഇവർ ഉടായ്പാണെന്ന് സമ്മതിക്കുന്നില്ല. പക്ഷേ ആളുകൾ ഒന്നടങ്കം പറയുന്നുണ്ട് ഇത് ഉടായ്പ തന്നെയാണെന്ന്.
പക്ഷെ എന്തിനാണ് ഇങ്ങനെ സാധാരണക്കാരെ പറ്റിക്കുന്നതെന്ന്. പിന്നെ സാധാരണക്കാർക്ക് ഇച്ചിരി കുഴപ്പമുണ്ട്. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് ഓട്ടോ ആണ്, 1000 രൂപയ്ക്ക് അത് കിട്ടും. ഇതിനകത്തൊക്കെ ഫുള്ള് കള്ളത്തരങ്ങളാണ് എന്ന് മനസ്സിലാക്കാനുള്ള കുറച്ചൊരു കോമൺ സെൻസ് എങ്കിലും സാധാരണക്കാർക്ക് വേണം. നിങ്ങൾക്ക് അത്രയ്ക്ക് താല്പര്യമാണ് നിങ്ങൾ ലോട്ടറി എടുക്കുക. അതാകുമ്പോൾ കേരള ഗവൺമെൻറ് അല്ലേ, നമ്മുടെ ഗവൺമെൻറ് തന്നെ കിട്ടുവാണെങ്കിൽ നമ്മുടെ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നെങ്കിലും വിചാരിക്കാം. ഇത് ഒരു കാര്യമില്ലാതെ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് ഒരു ഓർഗനൈസേഷനാണോ? ഇത് സത്യം ഭയങ്കര പറ്റിപ്പ് പരിപാടിയാണ്. കൃത്യമായൊരു തുകയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ള അത്ര കൂപ്പൺ അടിച്ചിറക്കുന്നു, അത്ര ആൾക്ക് അവർ കൊടുക്കുന്നു. അതിൽ തന്നെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഇതിന് കൂപ്പണിന് വേണ്ടി പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കൂപ്പണൊന്നും കിട്ടിയില്ല. ഭൂലോക ഉടായ്പാണ് ഇത്, ഫുള്ള് ഉടായ്പാണ്. ഇങ്ങനെയുള്ള ഇതിലൊന്നും പോയി ഇനിയെങ്കിലും പെടാതിരിക്കുക. എത്ര കണ്ടാലും പഠിക്കില്ല മലയാളികളെന്ന് പറയുന്നത് പോലെ തന്നെ എവിടെയെങ്കിലും ഓഫറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഗിവ് അവേ കൊടുക്കുന്നു അങ്ങനെയൊക്കെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അവിടെ കമന്ന് വീഴും മലയാളികൾ കേട്ടോ. അതിനൊന്നും ഒരു മാറ്റമില്ല, അതിനെ ഒരിക്കലും നമ്മൾ മാറില്ല. ഇപ്പോൾ ഈ അബദ്ധം പറ്റിയ ആളുകളുണ്ടല്ലോ, അടുത്തൊരാൾ ഇതേപോലെ ഒരു ലക്കി ഡ്രോ വെക്കട്ടെ, അവർ പോയി അവിടെയും പോയി എടുക്കും. കാര്യം വെച്ചാൽ അവരൊരു പ്രതീക്ഷയാണ്, അയ്യോ ഞങ്ങൾക്ക് ഇതിലൂടെ ഇത്ര രൂപ കിട്ടുമല്ലോ എന്നുള്ളത്. ഈ ഇത്രയും രൂപ 13 എനിക്ക് സാധാരണക്കാരൊക്കെ 10, 15, 20 കൂപ്പണൊക്കെ എടുത്തൊരു കാണും. 20,000 രൂപ ചിലവൊക്കെ എന്താ ഏതെങ്കിലും ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഇത്രയും ലക്ഷം രൂപയുടെ വീട് കിട്ടില്ല എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഈ 20,000 രൂപ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇതൊക്കെ ഒരു ഭാഗ്യ പരീക്ഷണമാണ്. ഇതിനകത്തൊക്കെ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട് എന്ന് ചിന്തിക്കാനുള്ള കഴിവ് ഇപ്പോഴത്തെ സാധാരണക്കാർ ജനങ്ങൾക്കില്ല, ചിന്തിക്കുന്നില്ല. കാര്യം അവർക്കെല്ലാം പെട്ടെന്ന് കിട്ടണം, ഒന്നും കഷ്ടപ്പെടാല്ല, എല്ലാം പെട്ടെന്ന് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമുള്ളവരാണ്. അതനുസരിച്ച് മുതലെടുക്കാൻ ഒരു കൂട്ടം ആളുകളും ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലൊക്കെ ഒരു ഇത് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് കൊടുക്കാൻ താല്പര്യമുള്ളവരും ഫർദറായിട്ട് ഇതിന് നീങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ഒരു നമ്പറിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് ഇഷ്യൂ ആവും തോന്നുന്നുണ്ടോ. പക്ഷേ ഇങ്ങനെയുള്ളത് ഗവൺമെൻറ് അനുവദിക്കരുതെന്നാണ് കേട്ടോ എൻ്റെ ഒരു ഒപ്പീനിയൻ. കാര്യം ഇത് ഒരുപാട് പേരെ ചീറ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അത് നമ്മുടെ ഗവൺമെൻറ് ഇറങ്ങി ഇതിനെ നിരോധിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. എന്തായാലും ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ഇനിയെങ്കിലും ചെന്ന് പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.